ഇത് മാസ് മോട്ടോഴ്സിനാണ്. നമ്മുടെ ഹീറോയുടെ CB-Z ആണ്. ഹീറോയുടെ CB-Z ആണ് വണ്ടി. CB-Z എക്സ്ട്രീം. അത് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത്. അതായത് വണ്ടി ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങിയിട്ട് മിസ്സിങ് കാണിച്ച് വണ്ടി ഓഫായി പോയതാണ്. അപ്പോൾ നമ്മളത് അഴിച്ച് പെട്രോൾ ടാങ്കിൽ നിന്ന് പെട്രോൾ ഊറ്റിയതാണത്. ഇത്ര അടിയിൽ വെള്ളമാണ് ഈ കിടക്കുന്നത് കേട്ടോ. തന്നെയല്ല അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ട് ടാങ്കിനകത്ത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ പെട്രോൾ അതിനകത്തേക്ക് ഒഴിക്കണേലും നല്ലതേ. കാരണം അത്യാവശ്യം തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ടാങ്ക് നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണുണ്ട്. ശേഷം പുതിയ പെട്രോൾ മേടിച്ച് ഒഴിക്കുക. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് ഞാനൊരു കുപ്പിയിൽ മാറ്റി വെച്ചേക്കാം. അടിയിലുള്ളത് വെള്ളമാണ് ഈ കിടക്കുന്നത് കേട്ടോ. അടിയിൽ നമ്മൾ തിരിഞ്ഞേക്കുന്നത് വെള്ളമാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ച് എയർ ഫിൽറ്ററും കാർബറേറ്ററും കൂടി നമ്മളൊന്ന് അഴിക്കണുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ സൈഡിലുള്ള ബോക്സ്, അത് ഹോളൊക്കെ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ, കാരണം ഇത് സൗണ്ടിൽ വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും മുഴക്ക സൗണ്ട് വരും. അതിനുവേണ്ടി ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കണത്. കാരണം എയർ സർക്കുലേഷൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ശരിക്കും കയറേണ്ടത്. ഉള്ളിൽ നിന്ന് എടുത്ത് ഫിൽറ്റർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഹെഡ് കാർബറേറ്റർ വഴി ഹെഡിലേക്ക്, അങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ ശരി. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റി പുതിയതിടാം. അതിൻ്റെ എയർ ഫിൽറ്റർ ബോക്സൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മാറ്റിയിടാം. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ അഴിച്ച് നോക്കുന്ന സമയത്ത് വാക്യൂം പിസ്റ്റനൊക്കെ അത്യാവശ്യം കുറച്ച് തേമാനം ഉണ്ട്. പക്ഷെ എന്നാലും വാക്യൂം പിസ്റ്റൻ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അതൊന്ന് കാർബറേറ്റർ നല്ല രീതിയിൽ ഒന്ന് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തെടുക്കുക. അതേപോലെ അതിൻ്റെ സ്ലോ ജെറ്റ് അടഞ്ഞു പോയേക്കാണ്. പിന്നെ കാർബറേറ്ററിൻ്റെ ഉള്ളിലായാലും ശരിക്കും ആ വെള്ളം വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഫംഗസ് പോലെ ആയിട്ട് വന്നുണ്ട്. അപ്പോൾ അത് ക്ലീനർ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരുവിധം ക്ലിയറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഈ ഓവർഫ്ലോൻ്റെ നീഡിൽ വന്ന ഭാഗത്തും അതേപോലെ തന്നെ ഫംഗസ് ഉണ്ട്. അവിടെ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ അല്ലെങ്കിൽ അത് കുഴി പോലെ എന്തെങ്കിലും വന്നാൽ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് കേട്ടോ. അത് നമ്മളൊന്ന് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തിടാം. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും ലെയ്ത്തിൽ എവിടെയെങ്കിലും കൊടുത്തിട്ട് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്റർ യൂണിറ്റിന് നമുക്ക് നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഈ പ്ലഗ് ഒന്ന് മാറ്റിയിടണം. കാരണം വെള്ളത്തിൻ്റെ പ്രസൻസിനകത്തേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ പ്ലഗ് മാറ്റി കഴിയുമ്പോൾ അത്രയും ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ ടാങ്ക് അഴിക്കുന്ന സമയത്ത് നമുക്ക് എൻ്റെ പെട്രോളിൻ്റെ ഈ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. ഞാനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. കുഴപ്പമില്ലെങ്കിൽ നമുക്ക് തന്നെ ഇടാം. ഇത് കമ്പനിയായിട്ടൊന്നും അല്ല കിടക്കണേ. പക്ഷെ എന്നാൽ പോലും നമുക്കത് ക്ലീൻ ചെയ്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അത് തന്നെ ഇടാൻ പറ്റുമെങ്കിൽ അത് തന്നെ കയറ്റാം നമുക്ക്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗത്ത് സസ്പെൻഷൻ യൂണിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ആണ്. നീഡിൽ ബെയറിങ്ങാണ് വരാം. അത് മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് നമുക്കൊന്ന് മാറ്റിയിടാം. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ കയറി ഈ ഒരു അവസ്ഥയിലാണ്, ഒടിയുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കണേ. അത് കാരണം വെച്ചാൽ ശരിക്കും നല്ല വെള്ളത്തിലാണ് വണ്ടി നിന്നേക്കണമെന്ന് തോന്നുന്നു. അത് പ്രകാരമാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഫംഗസ് പോലെ വന്നേക്കണം. എന്തായാലും ലൈൻഡർ നമ്മൾ പരമാവധി ഉപയോഗിച്ചേക്കണതാണ്. അപ്പോൾ ലൈൻഡറൊന്ന് മാറ്റിയിടാം. ഹബിനകത്തും അതേപോലെ തന്നെ വെള്ളം ഇറങ്ങിയിട്ട് തുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശരിക്കും പേപ്പറിട്ടൊക്കെ പിടിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിളിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിലേറ്റർ കേബിളിൻ്റെ അത് ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ നമുക്കൊന്ന് മാറ്റിയിടാം. ഈ സൈഡ് പൊടിഞ്ഞിരിക്കുന്നതുണ്ട്, അത്രയും ഭാഗം പൊട്ടിയിരിക്കുന്നത്. ആ ചോക്കിൻ്റെ കേബിളും കൂടി ഒന്ന് റെഡിയാക്കി അത്രയും ഫംഗ്ഷൻ റെഡിയാക്കി ഇടാം കേട്ടോ. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഓയിലിനകത്ത് ഇതിനകത്ത് നിലവിൽ നമുക്ക് ലെവൽ കാണിക്കണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തേക്ക് ഓയിൽ ഒഴിക്കണേലും നല്ലത്. കാരണം അത്യാവശ്യം നമുക്കൊരു 300-400 മില്ലിയോളം എനിക്ക് തോന്നുന്നു കുറവുണ്ടാവും. കാരണം എന്താ വെച്ചാൽ സ്റ്റിക്കുമ്പോൾ ഒട്ടും തന്നെ കിട്ടണില്ല. അപ്പോൾ അത് ഊറ്റി കളഞ്ഞിട്ട് പുതിയ ഓയിൽ ഫില്ല് ചെയ്യണതായിരിക്കും നല്ലത്. കാരണം ഇതിനകത്തേക്ക് പുതിയ ഓയിൽ ഒഴിക്കണേൽ വലിയ കഥയില്ല. വീണ്ടും മോശം ഓയിലിനകത്തേക്ക് ഇപ്പോൾ നല്ല ഓയിൽ ഒഴിച്ചാലും അത് വേസ്റ്റായി പോകുള്ളൂ. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് സമയമുള്ളപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ചേസിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കേണ്ടത് തുരുമ്പിട്ടിട്ട്. പിന്നെ ചേസിൻ്റെ ഉൾഭാഗമൊക്കെ അത്യാവശ്യം തുരുമ്പണി കാണണം കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ 1-2 ദിവസത്തേക്കൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സർവീസ് ചെയ്യാം. ഫുള്ളായിട്ട് അഴിച്ചിട്ട് ചേസൊക്കെ വെൽഡ് ചെയ്യാനുള്ള ഭാഗം വെൽഡ് ചെയ്ത് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് റീസെറ്റ് ചെയ്ത് പോകണം നന്നായിരിക്കും. കാരണം അത് ഞാൻ ബോഡി ഫ്രെയിമാണ്. ഇതിൻ്റെ ശരിക്കും സെൻട്രൽ അലൈൻമെൻറ്റ് വന്ന ഭാഗമാണ് അത് ചേട്ടാ. അതൊന്ന് ഗൗരവത്തിലെടുക്കുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ വെച്ചാൽ മതി. സർവീസായിട്ട് ജനറലായിട്ടുള്ള സർവീസും കൂടി ചെയ്യുകയാണെങ്കിൽ ക്ലിയറായിട്ട് പോകും. ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്യണത് ടാങ്ക് ഫുൾ ക്ലീൻ ചെയ്യണുണ്ട്. അതേപോലെ ടാങ്കിൻ്റെ ഒരു ബാഗ് ഇടണുണ്ട്. ഇപ്പോൾ പെട്രോൾ നമുക്ക് ഇത് ഞാൻ വേറെ കുപ്പിയിലേക്ക് ഒഴിച്ചേക്കാം. ഒരു 100 പെട്രോൾ മേടിച്ച് ഒഴിക്കാം. അതിനുശേഷം എയർ ഫിൽറ്റർ മാറ്റാം, പ്ലഗ് മാറ്റിയിടാം. കാർബറേറ്ററിൻ്റെ സ്ലോ ജെറ്റും മാറ്റി കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റാം. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോ നീഡിൽ വന്ന ഭാഗത്ത് ഫംഗസ് പോലെ പിടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ ഉള്ളത് നമുക്ക് ബാക്കിലത്തെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ നീഡിൽ ബെയറിങ്, അതിൻ്റെ കോളർ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ചോക്ക് കേബിളും ഐസൊലേറ്ററുകളും ഇത്രയും വർക്കാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യണേ.
അത്യാവശ്യം വർക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അത്യാവശ്യമായിട്ട് നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട വർക്കുകൾ ഇത്രയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.